മന്തി ഒരു ജനപ്രിയ വിഭവമാണെങ്കിലും അതിന്റെ പാചകരീതിയും അത് വിളമ്പുന്ന രീതിയും കാരണം ചില ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടവ: 1. ഭക്ഷ്യവിഷബാധ ഫുഡ് പോയ്സണിംഗ്. മന്തിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും സാധാരണയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും ഗുരുതരവുമായ പ്രശ്നം ഭക്ഷ്യവിഷബാധയാണ്. ഇത് പല കാരണങ്ങൾ കൊണ്ടും സംഭവിക്കാം. വൃത്തിയില്ലായ്മയും ശുചിത്വമില്ലായ്മയും, മന്തി ഉണ്ടാക്കുന്ന അടുക്കളയുടെയും പരിസരത്തിന്റെയും ശുചിത്വമില്ലായ്മ, പാത്രങ്ങൾ ശരിയായി കഴുകി വൃത്തിയാക്കാതിരിക്കുന്നത്, പാചകക്കാർക്ക് ശരിയായ ശുചിത്വബോധമില്ലായ്മ എന്നിവയെല്ലാം ബാക്ടീരിയ വളരാൻ ഇടയാക്കും. മാംസത്തിന്റെ ഗുണനിലവാരം: മാംസം, ചിക്കൻ, മട്ടൻ പുതിയതല്ലെങ്കിൽ ശരിയായ താപനിലയിൽ സൂക്ഷിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ പാചകം ചെയ്യുന്നതിന് മുൻപ് ശരിയായി കഴുകി വൃത്തിയാക്കാതിരുന്നാൽ ബാക്ടീരിയകൾ, ഉദാഹരണത്തിന് സാൽമൊണല്ല, ഈ കോളി പെരുകാൻ സാധ്യതയുണ്ട്. അപൂർണമായ പാചകം: മാംസം ശരിയായ താപനിലയിൽ പൂർണ്ണമായി പാചകം ചെയ്തില്ലെങ്കിൽ അതിലെ ദോഷകരമായ ബാക്ടീരിയകൾ നശിക്കില്ല. കുഴിമന്തി പോലെയുള്ളവയിൽ ഇറച്ചി വലിയ കഷണങ്ങളായി പാകം ചെയ്യുന്നതിനാൽ ഉള്ളിലേക്ക് ശരിയായി വേകാതെ വരാൻ സാധ്യതയുണ്ട്. മയോണൈസിന്റെ പ്രശ്നം: മന്തിക്കൊപ്പം സാധാരണയായി മയോണൈസ് വിളമ്പാറുണ്ട്. മയോണൈസ് പച്ചമുട്ട ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒന്നാണ്. ഇത് ശരിയായ രീതിയിൽ ഉണ്ടാക്കിയില്ലെങ്കിലോ ശരിയായ താപനിലയിൽ സൂക്ഷിച്ചില്ലെങ്കിലോ സാൽമൊണല്ല പോലുള്ള ബാക്ടീരിയകൾ വളരാൻ സാധ്യതയുണ്ട്. പല ഭക്ഷ്യവിഷബാധാ കേസുകളിലും മയോണൈസ് ഒരു പ്രധാന കാരണമായി കണ്ടെത്തിയിട്ടുണ്ട്. കേരളത്തിൽ പലപ്പോഴും ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ മുട്ട ഉപയോഗിച്ചുള്ള മയോണൈസിന് നിരോധനം ഏർപ്പെടുത്താറുണ്ട്. പഴകിയ ഭക്ഷണം: പാകം ചെയ്ത മന്തി കൂടുതൽ സമയം പുറത്തുവയ്ക്കുകയോ ശരിയായ രീതിയിൽ തണുപ്പിച്ച് സൂക്ഷിക്കാതിരിക്കുകയോ ചെയ്താൽ അതിൽ ബാക്ടീരിയകൾ വളരും. പ്രത്യേകിച്ച് ചൂടുള്ള കാലാവസ്ഥയിൽ ഇത് വേഗത്തിൽ സംഭവിക്കാം. ലക്ഷണങ്ങൾ: ഭക്ഷ്യവിഷബാധ ഉണ്ടായാൽ സാധാരണയായി വയറുവേദന, ഛർദി, വയറിളക്കം, പനി, തലവേദന, ശരീരവേദന എന്നിവയുണ്ടാവാം. ചില സന്ദർഭങ്ങളിൽ ഇത് നിർജ്ജലീകരണത്തിനും മറ്റ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും മരണത്തിനും വരെ കാരണമാവാറുണ്ട്. 2. അമിത കൊഴുപ്പും കലോറിയും. മന്തിയിൽ സാധാരണയായി വലിയ അളവിൽ മാംസം, ചിക്കൻ അല്ലെങ്കിൽ മട്ടൻ, എണ്ണ, നെയ്യ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. മാംസത്തിൽ സ്വാഭാവികമായും കൊഴുപ്പുണ്ടാവും. കൂടാതെ കുഴിമന്തി പാചകം ചെയ്യുമ്പോൾ ഇറച്ചിയിൽ നിന്ന് ഊറിവരുന്ന കൊഴുപ്പ് അരിയിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. ഇത് അമിതമായി കഴിക്കുന്നത് ശരീരത്തിൽ കൊഴുപ്പ് കൂടാനും അമിതവണ്ണത്തിനും ഒബീസിറ്റി കാരണമാവാം. അമിത കൊഴുപ്പ് ഹൃദയാരോഗ്യത്തിന് നല്ലതല്ല. ഇത് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനും ഹൃദയസംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാവാനും സാധ്യതയുണ്ട്. ഒരു നേരം മന്തി കഴിക്കുമ്പോൾ തന്നെ ഒരുപാട് കലോറി ശരീരത്തിലെത്തും. ഇത് പതിവാകുന്നത് ശരീരഭാരം വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. 3. എണ്ണയുടെ ഗുണനിലവാരം. ചില റെസ്റ്റോറന്റുകളിൽ മന്തി ഉണ്ടാക്കാൻ ഗുണനിലവാരം കുറഞ്ഞ എണ്ണകളോ അല്ലെങ്കിൽ വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുന്ന എണ്ണകളോ ഉപയോഗിക്കാം. ഇത് ശരീരത്തിന് ഹാനികരമാണ്. ഇത്തരം എണ്ണകളോ ദഹനപ്രശ്നങ്ങൾക്കും മറ്റ് ആരോഗ്യപ്രശ്നങ്ങൾക്കും വഴിവെക്കും. 4. അളവിലുള്ള നിയന്ത്രണമില്ലായ്മ. മന്തി വലിയ പ്ലേറ്റുകളിൽ ധാരാളം ചോറും ഇറച്ചിയും ചേർത്താണ് സാധാരണയായി വിളമ്പുന്നത്. ഇത് അമിതമായി കഴിക്കാൻ പ്രേരിപ്പിക്കുന്നു. ആവശ്യത്തിന് മാത്രം കഴിക്കാതെ കൂടുതൽ കഴിക്കുന്നത് ദഹനപ്രശ്നങ്ങൾ, നെഞ്ചെരിച്ചിൽ, അമിതവണ്ണം എന്നിവയ്ക്ക് കാരണമാവാം. അമിതമായി കാർബോഹൈഡ്രേറ്റ്, ചോറ്, കൊഴുപ്പ്, പ്രോട്ടീൻ എന്നിവ ഒരുമിച്ച് ശരീരത്തിലെത്തുന്നത് ദഹനവ്യവസ്ഥയ്ക്ക് അധിക ഭാരം നൽകും. 5. മസാലകളുടെയും അജിനോമോട്ടോയുടെയും MSG ഉപയോഗം. ചിലയിടങ്ങളിൽ മന്തിയുടെ രുചി വർദ്ധിപ്പിക്കാൻ അമിതമായ മസാലകളും കൃത്രിമ ചേരുവകളും, ഉദാഹരണത്തിന് അജിനോമോട്ടോ അഥവാ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ഉപയോഗിക്കാറുണ്ട്. ഇവ ചിലയാളുകളിൽ അലർജി, തലവേദന, നെഞ്ചെരിച്ചിൽ, വയറുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാവാം. ദഹനപ്രശ്നങ്ങളും ഉണ്ടാവാം. പൊതുവായ ശ്രദ്ധ: മന്തി പൊതുവെ മറ്റ് പല വറുത്തതും പൊരിച്ചതുമായ ഫാസ്റ്റ് ഫുഡുകളെ അപേക്ഷിച്ച് ആരോഗ്യകരമാണെന്ന് കരുതപ്പെടുന്നുണ്ടെങ്കിലും മേൽപ്പറഞ്ഞ അപകടസാധ്യതകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. വിശ്വസനീയവും വൃത്തിയുള്ളതുമായ റെസ്റ്റോറന്റുകളിൽ നിന്നു മാത്രം മന്തി കഴിക്കാൻ ശ്രമിക്കുക. ഫുഡ് സേഫ്റ്റി ലൈസൻസും ശുചിത്വ നിലവാരവും ഉറപ്പുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക. പഴകിയതായി തോന്നുന്നതോ മണമോ നിറവ്യത്യാസമോ ഉള്ളതോ ആയ ഭക്ഷണം ഒഴിവാക്കുക. മയോണൈസ് കഴിക്കുമ്പോൾ അതിന്റെ പുതുമയും ശുചിത്വവും ഉറപ്പുവരുത്തുക. സാധിക്കുമെങ്കിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. മിതമായ അളവിൽ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. മന്തിക്കൊപ്പം സാലഡുകളും പച്ചക്കറികളും കഴിക്കുന്നത് നല്ലതാണ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മന്തി കഴിക്കുന്നതിലൂടെ ഉണ്ടാകാവുന്ന മിക്കവാറും പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും.